ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാഷും വിക്രമും കൂടെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എങ്കിൽ വേദയുടെ പെരുമാറ്റം എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കുമേ. വേദയാണെങ്കിൽ അവരോട് യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും കാണിക്കുന്നില്ല കേട്ടോ. വിക്രം എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും വേദ അതൊന്നും കൂട്ടാക്കുന്നില്ലേ. വളരെ പരിചയത്തോടു കൂടി തന്നെ സംസാരിക്കാനും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനി എന്നെ വെറുതെ വിട്ടണം, എൻ്റെ പിന്നാലെ നിന്ന് ശല്യം ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്നോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നോ ഒക്കെ. അത് വെറും വാക്കല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഒരു സെക്കൻഡ് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ എല്ലാവരുടെ മുൻപിൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു? ഇനി നിങ്ങൾ പറഞ്ഞതൊക്കെ പോലെ തന്നെ എൻ്റെ ജീവിതം അവിടെ അടിയറ വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ എവിടേക്കും വരണില്ല. ദയവ് ചെയ്ത് എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്കും വരണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മാഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടായിരിക്കും കേട്ടോ വിക്രം പോകുന്നത്. വിക്രം എത്രയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വേദ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ലേ. അങ്ങനെ മാഷ് പറയാൻ കേട്ടോ, മോളെ നീ എന്ത് കാരണത്താലാണ് അവിടെ നിന്നും ഇറങ്ങി വന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലിയാണെന്ന് പറഞ്ഞത് അതത്ര പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. കാര്യം ഇതിനു മുൻപ് വിക്രം ഇതിനേക്കാൾ വലിയ ഇതായിട്ട് നടന്ന സമയത്ത് പോലും മോളാണ് അവനെ ചേർത്ത് പിടിച്ചതും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതും അവനെ നേർവഴിക്ക് നടത്താനും ഒക്കെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും സഹായിച്ചിട്ടുമുണ്ട്. നീ ഇപ്പോൾ ഇങ്ങനൊരു ചെറിയ കാര്യത്തിന്മേൽ പിണങ്ങി വരുമെന്ന് ഞാനത് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് മാത്രമല്ല, വിക്രം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഈ ഒരു ഇലക്ഷൻ പ്രചാരണം കഴിഞ്ഞതിന് ശേഷം ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധം വെച്ച് പുലർത്തത്തില്ല എന്ന്, അവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാക്ക് അവൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ മകൻ്റെ വാക്കിന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിന്മേൽ ഞാൻ മോളോട് പറയണം, വിക്രം നിന്നെ ചതിക്കില്ല. ശ്രീകാര്യം ശ്രീനിവാസനോടൊപ്പം ഇനി ഒരു കൊള്ളരുതായ്മയ്ക്കും പോകില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. നിന്നെ ഞങ്ങൾക്ക് വേണം. എൻ്റെ മകളായിട്ടാണ് നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. ആ മകളെ എനിക്ക് തിരിച്ചു വേണം. പിന്നെ എൻ്റെ മകന്, അവൻ്റെ ഭാര്യയെ, കമലയ്ക്ക്, അവൻ്റെ മോളെ, അങ്ങനെ എല്ലാവർക്കും നിന്നെ വേണം. നീ ആ വീടിൻ്റെ വിളക്കായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നീ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നീ ഞങ്ങൾക്കെല്ലാം നന്മയുമായിട്ട് വന്നവളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നീ മാത്രം എൻ്റെ മകനെ എന്നിലേക്ക് അടുപ്പിച്ചതും എൻ്റെ മകനിൽ എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റി തന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നീ വീട്ടിലേക്ക് തിരിച്ചു വരണം മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ. നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പലരും ഇന്ന് വിഷമിച്ചേനെ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ചെറിയൊരു ഹിൻഡ് കൊടുക്കാൻ കേട്ടോ വേദ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, മോൾ മറ്റാർക്ക് വേണ്ടിയിട്ടാണെന്നെങ്കിലും മോളുടെ ജീവിതം മോൾ നശിപ്പിക്കരുത്. ഇപ്പോൾ വിക്രം അവൻ്റെ ജീവനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് വരണം. എന്നിട്ട് സന്തോഷത്തോടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയാൻ കേട്ടോ. വേദ പറയുന്നുണ്ട്, അതൊന്നും ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് വേദയും അങ്ങനെ പോകുകയാണ് കേട്ടോ. വേദയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നേരെ പോയി റൂമിൽ കട്ടിലേക്ക് വീണ് കിടന്നങ്ങ് കരയാൻ കേട്ടോ. വേദയ്ക്ക് ഏത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ വിക്രമിൻ്റെ മുഖം കണ്ടിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും കേട്ടോ വേദ. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന വേദയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തും ശ്രീകാന്ത് നല്ല ചിരിച്ച് ആഹ്ലാദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയോട് ചെന്ന് കൺഗ്രാറ്റുലേഷൻസ്, അപ്പം നിനക്കിതൊക്കെ സാധിക്കുമായിരുന്നല്ലേ, നീ മിടിക്കുക, പറഞ്ഞ വാക്ക് നീ പാലിക്കുന്നവള എന്നൊക്കെ പറഞ്ഞ് ചൊറിയുന്ന വർത്താനങ്ങൾ പറയാം. ഈ ഒരു സമയത്തായിരിക്കും വേദയും തക്ക മറുപടി തിരിച്ചു കൊടുക്കരുത്. ഇതൊക്കെ പലിശയില്ലാ കടങ്ങളാണ്. ഇതൊക്കെ നിനക്ക് തിരിച്ചു തന്നെ വരും. നീ നിൻ്റെ പെങ്ങളുടെ ജീവിതമാണ് നശിപ്പിക്കുന്നതെന്ന് നീ ഓർത്തോണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. പകരം അവൾക്ക് ചേരുന്ന ഒരു ഇണയെ കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഇതുപോലുള്ള ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നിനക്ക് നിൻ്റെ പ്രശസ്തിക്കും നിൻ്റെ വിവരത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനും ഒക്കെ ചേർന്ന് ഒരുത്തം തന്നെ നിന്നെ വിവാഹം കഴിക്കും. അല്ലാതെ തെരുവിൽ കിടക്കുന്ന കണ്ട റൗഡികളല്ല എൻ്റെ അളിയനായിട്ട് വരേണ്ടത് എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ വേദയും പറയുന്നുണ്ട് അങ്ങനെ സമ്പത്തും സ്വത്തും അല്ലെങ്കിൽ സൗന്ദര്യവും ഒന്നുമല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് മനസ്സുകൾ ഉണ്ടായാൽ മതി. ആ കുടുംബം സ്വർഗമായി തീരും. അത് ഞങ്ങൾക്കിടയിലുണ്ട്, ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊന്നും ഇനി നീ പറയേണ്ട കാര്യമില്ല. കാരണം ഡിവോഴ്സ് നോട്ടീസിൽ നീ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിൽ നിന്നും അവൻ്റെ വീട്ടിലേക്കും എത്തും. അതുകൊണ്ട് ഇനി നിൻ്റെ ഭർത്താവ് എന്നൊരു പട്ടം ചുമത്തി അവൻ്റെ സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയണ്ട, അതൊക്കെ നമുക്ക് വഴിയെ കാണും, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ശ്രീയേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എണ്ണി വെച്ചോ, ഇതിനെല്ലാം തിരിച്ചു കിട്ടുന്നൊരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ വേദ പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വിക്രത്തിനെ തേടി ആ ഒരു ലെറ്റർ എത്തുകയാണ് കേട്ടോ. അത് മറ്റൊന്നും അല്ലായിരിക്കും, അതായത് വേദയാണെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കൈപ്പറ്റിയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ഒപ്പുവിട്ടിട്ട് അയച്ചിരിക്കുന്നത് കാണുമ്പോൾ ആകെ തകർന്നു പോകുകയാണേ. അങ്ങനെ കമലാമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ കയ്യിൽ എന്ത് ലെറ്ററാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാഷും വരുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് വിക്രം പറഞ്ഞത്, വേദ അയച്ച ഡിവോഴ്സ് നോട്ടീസ് അമ്മ എന്ന് പറയുകയാണേ. അങ്ങനെ ആകെ ചങ്ക് തകർന്നു പോകുകയാണ് കമലാമ്മ. വേദ ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്നോ? ഇതെന്തായി കൊച്ചിന് പറ്റിയത്? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ. ഇത് എന്ത് സംഭവിച്ചത്? എന്ത് മറിമായമാണിത്? ഒന്ന് പിണങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാനും വിചാരിച്ചിരുന്നുള്ളൂ. കാര്യങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചു പോലും ഇല്ല മാഷെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാഷും പറയുന്നുണ്ട്, ഞാനും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അന്ന് മോള് പറഞ്ഞിരുന്നു അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ പലരും ദുഃഖിക്കുമെന്ന്. അപ്പോഴും അവൾ ഇവിടേക്ക് തിരികെ എത്തുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഓരോരുത്തരും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്താ വിക്രമിനെ നോക്കുമ്പോൾ, മോൻ സങ്കടപ്പെടാതെ, ഈ കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻപിൽ തുറന്ന് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനി എന്ത് തെളിയിക്കപ്പെട്ടിട്ട് എന്ത് കാര്യം വെച്ചാൽ ഞാനും അച്ഛനും കൂടെ അല്ലേ അവളെ വിളിക്കാൻ ചെന്നത്. എന്നെ അവൾ എന്തായാലും പറഞ്ഞോട്ടെ, അച്ഛനെ അവളെ ജീവനതുല്യം സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ട് പോലും അവൾ കേട്ടില്ലല്ലോ. ഇപ്പോഴത്തെ ഡിവോഴ്സ് നോട്ടീസും അയച്ചു കഴിഞ്ഞിരിക്കുന്നു, അവൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി ഞാനും കൂടെ ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ അവൾ ഫ്രീ ആയി. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ജീവിതം നമ്മളെന്തിനാണ് നശിപ്പിക്കുന്നത്? അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, അറിയപ്പെടുന്ന പ്രശസ്തിയായ വക്കീലാകാൻ കഴിവുള്ളവൾ അവൾ. അവളുടെ അച്ഛൻ്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കിനി വെച്ചടി കയറ്റവും കിട്ടിക്കോളും. അല്ലാതെ ഈ ഓറങ്കയിലെ മൂലയിൽ നമ്മുടെ കൂടെ കിടന്നിട്ട് അവൾക്ക് എന്ത് കിട്ടാനാ? അവൾ എന്ത് നേടാനാ? അതുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്ന് സുഖമായിട്ട് ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പണ്ട് പലപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലായിരുന്നോ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്, നല്ലൊരു ലൈഫുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോളൂന്ന്. അതിപ്പോൾ അവൾ കേട്ടു, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് വിക്രം ചിരിച്ചുകൊണ്ട് അങ്ങനെ പോകുകയാണേ. അപ്പോൾ കമലാമ്മ പറഞ്ഞിട്ട്, വിക്രത്തിന് നല്ല വിഷമമുണ്ട്, അവൻ്റെ മനസ്സ് നല്ല വേദനിക്കുന്നുണ്ട് മാഷെ. ഞാനൊന്ന് പോയി കണ്ട് അവളോട് സംസാരിക്കട്ടെ മാഷെ. എൻ്റെ കൊച്ചിൻ്റെ മുഖം കണ്ടോ? അതുമാത്രമല്ല, വേദയാണെങ്കിലും എൻ്റെ മകളെ പോലെ ഞാൻ അവിടെ കണ്ടിരിക്കുന്നത്. അവളെ പിരിയാനും എനിക്ക് സങ്കടമാണ്. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല മാഷെ. ഇനിയിപ്പോൾ എന്താ മാഷെ ചെയ്യുക? ഞാൻ നാളെ തന്നെ പോയി കാണാൻ പോവാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അപ്പോൾ മാഷ് പറയാൻ കേട്ടോ, വേണ്ട, ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കമലം. ഞാനും വിക്രമും ഒക്കെ ചെന്നതല്ലേ, ഇനി നീയും കൂടെ ചെന്നിട്ട് അവർക്കതൊരു ബുദ്ധിമുട്ടാകണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സലിവ് അല്ലെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ വേദ ഇപ്പോൾ ഈ ലെറ്റർ അയക്കില്ലല്ലോ. അതുകൊണ്ട് നീ ഇനി പോയി കണ്ട് വെറുതെ നാണം കടണ്ട. ആ മോൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിൽ തട്ടിയ വിഷമം കാണും. അത് ഈ ശ്രീകാര്യം ശ്രീനിവാസനൊന്നും അല്ല, അതിന് പിന്നിൽ എന്തോ വ്യക്തമായ കാരണങ്ങളുണ്ട്. അതെന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. പിന്നെ വിധി പോലെ തന്നെ നടക്കട്ടെ. ഒരു കാർമേഘം പോലെ അവൾ വന്നു, ഒരു മഴ പോലെ അത് തുറന്നു പോകുന്നു, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് മാഷും കയറി പോകാൻ കേട്ടോ. പക്ഷെ കമലാമ്മയ്ക്ക് അതങ്ങ് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലേ. കമലാമ്മ ചങ്ക് പൊട്ടി തന്നെ കരയാൻ കേട്ടോ. ഈ സമയത്ത് ശ്രീചേട്ടത്തി വന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ നന്ദിനി ഉണ്ടായിരിക്കും കേട്ടോ. നന്ദിനി ഒന്നും ആ വീട്ടിൽ നിന്ന് ഇറങ്ങത്തൊന്നും ഇല്ലല്ലോ. നന്ദിനിയുടെ ബെസ്റ്റ് പെർഫോമൻസിൽ ആ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ നന്ദിനിയും എല്ലാവരും പറയണ്ട, എന്താ പറ്റിയേ, എന്താ അമ്മേ, എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ കമലാമ്മ ആ ഒരു ലെറ്റർ കാണിക്കാൻ കേട്ടോ ശ്രീജന്. ഡിവോഴ്സ് നോട്ടീസോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നന്ദിനി ഡിവോഴ്സ് നോട്ടീസ് ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നോക്കുകയാണേ. എന്നിട്ട് പറഞ്ഞിട്ട്, ഇത് വിക്രമൻ അയച്ചതിലാണല്ലോ. ആഹാ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കണ്ടോ, അവളുടെ പണത്തിൻ്റെ അഹങ്കാരം ഇപ്പം കാണിച്ചു. അവളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ആ ഒരു സുഖവും സൗകര്യവും സന്തോഷവും ഒക്കെ അതൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്
നന്ദിനി ഇങ്ങനെ പറയണേ, ഇനിയിപ്പോൾ ഇന്ന് ഈ ഇടയ്ക്ക് അച്ഛനും വിക്രമും ഒക്കെ കൂടി വിളിക്കാൻ പോയിട്ട് അവൾ വന്നില്ലല്ലോ, അപ്പോഴേ മനസ്സിലാക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ കാത്തു കെട്ടി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് നോട്ടീസിൽ വിക്രമ് ഒപ്പിട്ട് കൊടുത്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ ഷടേപടേന്ന് പറഞ്ഞ് അങ്ങ് തീർക്കുക. വേദ എന്നിട്ട് ആ ദർശനെ വിവാഹം കഴിച്ച് വലിയ വക്കീലൊക്കെ ആയിട്ട് പോകുന്നത് നമുക്കിങ്ങനെ കാണാം എന്നൊക്കെ പറയാനിട്ടോ. വിക്രമിനോട് ആ രാധേനെ വിവാഹം കഴിക്കാൻ പറ. ആ പെൺകൊച്ച് എത്ര കാലമായിട്ട് അവൻ്റെ പുറകെ നടക്കുക, അതിനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടോ? ആ പെൺകുട്ടിയുടെ ശാപമായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുകയാണേ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അമ്മേ അവൾ പറഞ്ഞു ഒന്നും കാര്യമാക്കണ്ട, നന്ദിനി എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, ചുമ്മാ വായിട്ട് അലച്ചുകൊണ്ടിരിക്കും, പോയ കോടാലിയല്ലേ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എങ്കിലും ഈ വേദയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അമ്മേ ഞാൻ ആലോചിക്കുന്നത്, വേദയെക്കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ല ചിന്തിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ കമലാമ്മയും പറഞ്ഞിട്ട്, അതേപോലെ വേദയെക്കുറിച്ച് ഞാനും ഇങ്ങനൊന്നും അല്ല ചിന്തിച്ചത്. പക്ഷേ ഇത് പെട്ടെന്ന് ഈ സുപ്രഭാതത്തിൽ ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് ഒട്ടും അറിയില്ല. വിക്രം ഇത്രയും കാലം മാറാൻ വേണ്ടി നമ്മളെല്ലാവരും കൊതിച്ചു. ആ ഒരു മാറ്റം സംഭവിച്ചപ്പോഴത്തേക്കിനും ഇപ്പോൾ വേദ ഇങ്ങനെ. എനിക്കാണെങ്കിൽ ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്താ മോൾ ഇനി ചെയ്യുക എന്നൊക്കെ പറയാനിട്ടോ. അമ്മ വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ നമുക്ക് മുൻപിൽ കാണിച്ചു തരും എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും. വിക്രമാണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടത്തോടു കൂടി ഇരിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് വിക്രമാണെങ്കിൽ കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ വേദയും അടുത്തിരിക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, എന്താ തനിക്ക് പറ്റിയത്, താൻ എന്തിനാ എന്നെ വിട്ടിട്ട് പോകുന്നത്? ഇത്രയും കാലം താൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു, എൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു. അങ്ങനെ ഞാൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ താൻ എന്നിൽ നിന്ന് അകന്നു പോകുവാണോ എന്നൊക്കെ പറയാനും കേട്ടോ. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വിക്രം കരയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നതാണെങ്കിൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ ഞാൻ ആ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ അവൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഇനി മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ ഇനി പരസ്പരം കാണാനൊന്നും നിൽക്കണ്ട, എല്ലാം കോടതി വഴി തന്നെ അതൊക്കെ മൂവ് ചെയ്തോളും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും വേദയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വേദ പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ഇറങ്ങി പോകുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് കയറി വരുവാണ് കേട്ടോ ദീപ്തി. അപ്പോൾ ദീപ്തി നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തായിട്ട് ഈ പറയുന്നത്, ഡിവോഴ്സ് നോട്ടീസോ? ഡിവോഴ്സ് നോട്ടീസ് ആൾക്ക് വേദേച്ചി വിക്രം ചേട്ടൻ അയച്ചെന്നോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഡിവോഴ്സ് നോട്ടീസൊക്കെ ഇതിനോടകം അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വിക്രം അത് സൈൻ ചെയ്തിട്ട് കോടതിയിൽ ഏൽപ്പിക്കുമായിരിക്കും. എന്തായാലും ഉടനടി ഡിവോഴ്സ് നടക്കും എന്ന് പറയുമ്പോൾ ഏട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, എന്തിനാ ഏട്ടൻ ഇങ്ങനെ ആവശ്യമില്ലാതെ ചേച്ചിയുടെ ജീവിതത്തിൽ കയറി തലയിടുന്നത്? ചേച്ചി എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, ഏട്ടൻ്റെ പ്ലാനിങ് എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞിട്ട്, എന്ത് പ്ലാനിങ് അറിഞ്ഞു നാടി, ഞാൻ ആരും ജീവിതം നശിപ്പിക്കാൻ പോയില്ല, വേദ തന്നെയല്ലേ അവനെ ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞാൻ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു. അതിലിപ്പോൾ എന്താ ഇത്ര തെറ്റ്, എനിക്കതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ദീപ്തി പറയുന്നുണ്ട്, ഇല്ല ഏട്ടൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, എനിക്കറിയാം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഏട്ടൻ്റെ കൈകടത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടനാണ് ഇതിന് പിന്നിലെന്നും എനിക്ക് നന്നായിട്ടറിയാം. ചേച്ചി വിക്രം ചേട്ടനെ ഡിവോഴ്സ് ചെയ്യേണ്ട വല്ല ഇതും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയാനുണ്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട്, അച്ഛനോട് എന്ത് കാര്യം പറയാൻ, ഇവിടെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും, അച്ഛൻ്റെ മോളെ തിരിച്ചു കിട്ടിയത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് അങ്ങനെ പോകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദീപ്തിയാണെങ്കിൽ നമ്മുടെ വേദയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇതൊക്കെ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ശ്രീയേട്ടൻ പറഞ്ഞത് സത്യമാണോ? ചേച്ചി വിക്രം ചേട്ടൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാം. ചേച്ചി എന്തിനാ ചേച്ചി ഇതിനൊക്കെ സമ്മതിച്ചു കൊടുത്തത്? നമ്മുടെ അച്ഛനും ചേട്ടനും കൂടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല മോളെ, നീ അങ്ങനെയൊന്നും പറയില്ല, അച്ഛനൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല, ചേട്ടനും ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ എൻ്റെ തലവിധിയാണ് അത്ര തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ദീപ്തി പറയുന്നുണ്ട്, ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ വിക്രംചേട്ടനെ പോയി കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നീ ഒന്നും സംസാരിക്കണ്ട, നീ കാണാനും പോകണ്ട, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച ചാപ്റ്റർ, ഇനി അത് നീ തുറക്കണ്ട എന്നൊക്കെ പറയണേ. എങ്കിൽ ഞാൻ അച്ഛനോട് പോയി കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അച്ഛൻ എന്ത് പറയാൻ, അച്ഛന് സന്തോഷമല്ലേ ഞാൻ ഡിവോഴ്സ് ചെയ്യുക എന്നറിയണമല്ല, അച്ഛന് പൂർണ്ണ സമ്മതമായിരിക്കും, സന്തോഷമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, പിന്നെ എന്താ ചേച്ചി ചെയ്യേണ്ടത്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കേട്ടോ, നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അത് വല്ലവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം കളഞ്ഞു കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ഡിവോഴ്സ് നോട്ടീസും ഒന്നും വേണ്ട, ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ ദീപ്തിയും.
ദീപ്തിയുടെ വിഷമം കാണുമ്പോൾ വേദയ്ക്കും സങ്കടമാണ്. ദീപ്തിയെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഡിവോഴ്സ് നോട്ടീസ് അവൻ്റെ കയ്യിൽ കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് ആകെ വിഷമത്തിലിരിക്കായിരിക്കും വേദ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി വിക്രത്തിന് അയച്ചതായിരിക്കും ആ ലെറ്റർ എന്ന് പറഞ്ഞിട്ടായിരിക്കും വിക്രം ഇരിക്കുന്നത്. വിക്രം ഒരിക്കലും ഞാൻ അയച്ചതല്ല. ഞാൻ ഇപ്പോഴും വിക്രത്തിനെ എൻ്റെ മനസ്സിൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, അല്ലാതെ ഞാൻ അയച്ചതല്ല, നീ എന്നെ വിശ്വസിക്കണം എന്നൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പറയാൻ കേട്ടോ. ആ ഒരു സമയത്ത് വിക്രമാണെങ്കിൽ ആകെ കൺകളർന്ന് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്.